LDC പരീക്ഷയിലെ 6 മാർക്കിൻ്റെ ഒരു സെക്ഷനാണ് ഈ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറയുന്ന സെക്ഷൻ. ജീവശാസ്ത്രം, അതുപോലെ ഭൗതികശാസ്ത്രം, രസതന്ത്രം, അങ്ങനെ ഈ 3 ടോപ്പിക്കുകളോട് ചേർത്ത് ടോട്ടൽ 12 മാർക്കാണ്. സയൻസിന് വേണ്ടി 12 മാർക്കാണ് PSC അലോട്ട് ചെയ്തേക്കുന്നത്. അതിൽ ഈ 6 മാർക്കിൻ്റെ സെക്ഷനിൽ കഴിഞ്ഞ 1ാം ഘട്ടത്തിലെ പരീക്ഷയിലെ ചോദ്യപേപ്പർ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ രക്തവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം, അക്രോമെഗാലി എന്ന ബന്ധപ്പെട്ട ഒരു ചോദ്യം, അതുപോലെ ലൈസോസൈം, ഇങ്ങനെ വന്നേക്കുന്ന ചോദ്യങ്ങളെല്ലാം PSC പല പരീക്ഷകളിൽ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ചിട്ട് പോയ ഒരാൾക്ക് മുഴുവൻ മാർക്കും ആ ഒരു ഭാഗത്ത് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ പല സെക്ഷനുകളിലും വലിയൊരു ശതമാനം ചോദ്യങ്ങൾ മുൻവർഷ ചോദ്യങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളിൽ എഴുതാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ കണക്റ്റിംഗ് ഫാക്ട്സ് ആയിട്ടും അതുപോലെ ടോപ്പിക് അധിഷ്ഠിതമായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഭാഗത്തു നിന്നുള്ള മുൻവർഷ ചോദ്യങ്ങളെല്ലാം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ വീഡിയോ മുഴുവൻ ഒന്ന് കേൾക്കുമ്പോൾ തന്നെ കുറേ ഫാക്ട്സ് നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്കൊരു 2-3 മാർക്കായിരിക്കും അടുത്ത പരീക്ഷയിൽ കിട്ടാൻ പോകുന്നത്. കാരണം ഇതെല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ്. മുൻവർഷ ചോദ്യങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചുകൊണ്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം രക്തമാണ്. അതുപോലെ മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഉത്തരം കരളാണ്. അമോണിയയെ യൂറിയയാക്കി മാറ്റുന്നത് കരളാണ്. അതുപോലെ മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ അക്രോമെഗാലിയാണ്. അപ്പോൾ ഇതെല്ലാം മുൻവർഷ ചോദ്യങ്ങളായിരുന്നു. PSC ഇതിനു മുമ്പ് ചോദിച്ചു. താഴോട്ട് കൊടുത്തേക്കുന്ന ഒക്കെ മുൻവർഷ ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ഇതൊക്കെയായി ബന്ധപ്പെട്ട കണക്റ്റിംഗ് ആയിട്ടുള്ള PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ ബുള്ളറ്റ് പോയിന്റുകൾ പോലെ നമ്മൾ പഠിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കുക. ജാർവിക് 7 എന്നത് കൃത്രിമമായി നിർമ്മിച്ച ഏത് മനുഷ്യ അവയവത്തിൻ്റെ പേരാണ്? ഉത്തരം ഹൃദയം. ഹൃദയത്തിൻ്റെ കൃത്രിമമായി നിർമ്മിച്ച ഒരു രൂപമാണ് ജാർവിക് 7. സ്റ്റെൻറ്റ് ചികിത്സ ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത് അവയവവുമായിട്ടാണ് സ്റ്റെൻറ്റ് ചികിത്സ ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ഹൃദയം. കൊറോണറി ത്രോംബോസിസ് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം ഹൃദയമാണ്. കൊറോണറി ത്രോംബോസിസ് ബാധിക്കുന്നത് ഹൃദയത്തെയാണ്. കൊറോണ എന്നൊക്കെ കേൾക്കുമ്പോൾ കണ്ണിലേക്കൊക്കെ പോകും, പക്ഷേ കൊറോണറി ത്രോംബോസിസ് ഹൃദയത്തെയാണ് ബാധിക്കുന്നത്. അമിത കൊളസ്ട്രോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെയാണ് ബാധിക്കുന്നത്. ഇലക്ട്രോകാർഡിയോഗ്രാഫ് ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് ബൈപ്പാസ് സർജറി എന്ന് ചോദിച്ചാൽ ഉത്തരം ഹൃദയവുമാണ്. ഹൃദയം ബൈപ്പാസ് സർജറി. ഒരു പ്രാവശ്യം ഹൃദയമിടിക്കുന്നതിനാവശ്യമായ സമയം 0.8 സെക്കൻഡാണ്. കൃത്രിമ ഹൃദയവാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതെന്ന് ചോദിച്ചാൽ ടെഫ്ലോൺ ആണ്. ടെഫ്ലോൺ പ്ലാസ്റ്റിക്കാണ് കൃത്രിമ ഹൃദയവാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. പലരും ബൈക്കിലൊക്കെ ടെഫ്ലോൺ കോട്ടിംഗ് ഒക്കെ ചെയ്യത്തില്ലേ? പലർക്കും ബൈക്ക് അവരുടെ ഹൃദയമാണല്ലോ, ബൈക്കിനോട് ആത്മബന്ധമുള്ളവരില്ലേ? ഒക്കെ ഇല്ലേ? അപ്പോൾ ആ രീതിയിൽ ബൈക്കുമായിട്ട് കണക്ട് ചെയ്ത ടെഫ്ലോൺ എന്ന് ഓർത്താൽ മതി. ടെഫ്ലോൺ ഹൃദയം. കൃത്രിമ ഹൃദയവാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ടെഫ്ലോൺ. ക്യാൻസർ ബാധിക്കാത്ത ശരീരാവയവം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം ഹൃദയമാണ്. നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ 130 തവണയാണ്. മനുഷ്യ ശരീരത്തിൻ്റെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ 60 കുറയുന്ന അവസ്ഥയാണ് ബ്രാഡിക്കാർഡിയ. മനുഷ്യ ശരീരത്തിൻ്റെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ 60 കുറയുന്ന അവസ്ഥയുടെ പേര് ബ്രാഡിക്കാർഡിയ. ഇടതുവശത്തിന് പകരം ഹൃദയം ശരീരത്തിൻ്റെ വലതുവശത്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് ഡെക്സ്ട്രോകാർഡിയ. ഇടതുവശത്തിന് പകരം ഹൃദയം ശരീരത്തിൻ്റെ വലതുവശത്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് ഡെക്സ്ട്രോകാർഡിയ. എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി എന്ന് ചോദിച്ചാൽ ഹൃദയമാണ്. ഹൃദയത്തിൻ്റെ ഇടത്തെ അറകൾക്കിടയിലെ വാൽവാണ് ബൈക്കസ്പിഡ് വാൽവ്. ഇടത്തെ അറകൾക്കിടയിലെ വാൽവ് ബൈക്കസ്പിഡ് വാൽവ്. ശ്വാസകോശത്തിൽ നിന്ന് സിരകൾ വഴി ഓക്സിജൻ്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയഭാഗമാണ് ഇടത് എട്രിയം, ലെഫ്റ്റ് എട്രിയം. ശ്വാസകോശത്തിൽ നിന്ന് സിരകൾ വഴി ഓക്സിജൻ്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയത്തിൻ്റെ ഭാഗമാണ് ലെഫ്റ്റ് എട്രിയം അല്ലെങ്കിൽ ഇടത് എട്രിയം. ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് വിളിക്കപ്പെടുന്ന പരിശോധനയാണ് എക്കോകാർഡിയോഗ്രാം. ഹൃദയത്തിൻ്റെ സൗണ്ട് സ്കാൻ എന്ന് വിളിക്കപ്പെടുന്ന പരിശോധനയാണ് എക്കോകാർഡിയോഗ്രാം. ഹൃദയത്തിൻ്റെ ആവരണത്തിൻ്റെ പേര് പെരിക്കാർഡിയം. ഹൃദയത്തിൻ്റെ ആവരണം പെരിക്കാർഡിയം. ഹൃദയത്തിൻ്റെ വലത്തെ അറകൾക്കിടയിലെ വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. വലത്തെ അറകൾക്കിടയിലെ വാൽവ് ട്രൈകസ്പിഡ് വാൽവ്. ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതുമായ ഹൃദയഭാഗമാണ് സൈനോ ഏട്രിയൽ നോഡ്. ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് SA നോഡാണ്. ഹൃദയമിടിപ്പ് ശരാശരിയിലും കൂടുതലായ അവസ്ഥയാണ് ടക്കിക്കാർഡിയ. ഓർക്കുക, ഹൃദയമിടിപ്പ് ശരാശരിയിലും കൂടുതലായ അവസ്ഥയാണ് ടക്കിക്കാർഡിയ. ഒരാളുടെ ഹൃദയത്തിന് അയാളുടെ ഏത് ശരീരഭാഗത്തിൻ്റെ വലിപ്പമാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ മുഷ്ടിയുടെ വലിപ്പമാണ് ഹൃദയത്തിന്.
മനുഷ്യ ഭ്രൂണത്തിന് എത്ര ദിവസം പ്രായമാകുമ്പോൾ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുമെന്ന് ചോദിച്ചാൽ 22 ദിവസം. മനുഷ്യ ഭ്രൂണത്തിന് 22 ദിവസം പ്രായമാകുമ്പോൾ തൊട്ട് ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങും. രക്തത്തിലെ പ്രധാന ഘടകം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? രക്തം ഒഴുകുന്ന ഇതല്ലേ, ജലമാണ് രക്തത്തിലെ പ്രധാന ഘടകമെന്ന് അറിഞ്ഞിരിക്കുക. മനുഷ്യ ഹൃദയത്തിൻ്റെ ഭാരം പുരുഷന്മാരിൽ 340 ഗ്രാമും സ്ത്രീകളിൽ 255 ഗ്രാമും. മനുഷ്യ ഹൃദയത്തിൻ്റെ അറകളായ ഇടത് എട്രിയത്തിനും വലത് വെൻട്രിക്കിളിനുമിടയിൽ കാണപ്പെടുന്ന വാൽവിൻ്റെ പേരാണ് ദ്വിദള വാൽവ്. ഒന്നുകൂടെ പറയാം, മനുഷ്യ ഹൃദയത്തിൻ്റെ അറകളായ ഇടത് എട്രിയത്തിനും വലത് വെൻട്രിക്കിളിനുമിടയിൽ കാണപ്പെടുന്ന വാൽവാണ് ദ്വിദള വാൽവ്. മനുഷ്യ ഹൃദയത്തിൻ്റെ മുകളിലത്തെ അറകളാണ് ഓറിക്കിൾ. ഓറിക്കിൾ എന്നത് മനുഷ്യ ഹൃദയത്തിൻ്റെ മുകളിലത്തെ അറകൾക്ക് പറയുന്ന പേര്. ശുദ്ധരക്തം ഹൃദയത്തിന്. ഇതുപോലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും GKയുടെയും സയൻസിൻ്റെയും എല്ലാ സബ്ജക്റ്റിലെയും മുൻവർഷ ചോദ്യങ്ങളുടെ നോട്ട്സും ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്നീ സബ്ജക്റ്റുകളുടെ വീഡിയോ ക്ലാസ്സുകളുടെ നോട്ട്സും കറണ്ട് അഫേഴ്സിൻ്റെ നോട്ട്സും ഉൾപ്പെടുന്ന ഒരു ക്യാപ്സ്യൂൾ കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ LDC കോഴ്സ് എന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഏത് അറയിൽ നിന്നാണ് പമ്പ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇടത്തെ വെൻട്രിക്കിളിൽ നിന്നാണ്. സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ഹൃദ്രോഗ സാധ്യത കുറവായിരിക്കുന്നതിന് കാരണം ഏത് ഹോർമോണിൻ്റെ സംരക്ഷണമാണ് എന്ന് ചോദിച്ചാൽ ഈസ്ട്രജനാണ് ഉത്തരം. സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ഹൃദ്രോഗ സാധ്യത കുറവായിരിക്കുന്നതിന് കാരണം ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ സംരക്ഷണമാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം O ഗ്രൂപ്പാണ്. ഏറ്റവും ആയുസ് കൂടിയ രക്തകോശം ചുവന്ന രക്താണു. ഏറ്റവും ചെറിയ ശ്വേതരക്താണു ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ലിംഫോസൈറ്റ് ആണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലയാണ് യോജക കല. രക്തം ഒരു യോജക കലയാണ്. അത് പരീക്ഷയ്ക്ക് ട്രിവാൻഡ്രം LDC ഒന്നാമത്തെ ഫേസിലുണ്ടായിരുന്നു. ഷോക്കേറ്റ ആളിൻ്റെ ശരീരം അമർത്തി തടവുകയും തിരുമുകയും ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ രക്തത്തിൻ്റെ വിസ്കോസിറ്റി കുറയ്ക്കുന്നതിനാണ്. ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് സ്പ്ലീൻ അല്ലെങ്കിൽ പ്ലീഹ. രക്തക്കട്ടയെ രക്തക്കുഴലിൽ നിന്ന് നീക്കം ചെയ്യുന്ന രീതി അറിയപ്പെടുന്ന പേര് ആൻജിയോപ്ലാസ്റ്റി എന്നാണ്. ഓരോ തവണ ഹൃദയം സങ്കോചിക്കുമ്പോഴും എത്ര അളവ് രക്തം ധമനിയിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നുവെന്ന് ചോദിച്ചാൽ 70 മില്ലി. ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് LDL ആണ്. ചീത്ത കൊളസ്ട്രോൾ LDL. ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ച ഗ്രീക്ക് ചിന്തകനാണ് അരിസ്റ്റോട്ടിൽ. ഡയാലിസിസ് നടത്തുമ്പോൾ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ. ഡയാലിസിസ് നടത്തുമ്പോഴൊക്കെ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ്. രക്തത്തിൻ്റെ എത്ര ശതമാനമാണ് പ്ലാസ്മ? ഉത്തരം 55%. പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ നിറമാണ്. പ്ലാസ്മയുടെ 90 തൊട്ട് 92% വരെ ജലമാണ്. പ്രോട്ടീനുകൾ 7 തൊട്ട് 8% വരെയാണ്. പ്ലാസ്മയുടെ 90 മുതൽ 92% വരെ ജലമാണ്. പ്രോട്ടീനുകൾ 7 to 8%. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ ശരാശരി അളവ് 5 ലിറ്ററാണ്. മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത് എപ്പിസ്റ്റാക്സിസ് എന്നാണ്. എപ്പിസ്റ്റാക്സിസ് മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിനാണ്. രക്തക്കുഴലുകളും നാഡീതന്തുക്കളും കാണപ്പെടുന്ന പല്ലിനുള്ളിലെ യോജക കലയാണ് പൾപ്പ്. രക്തക്കുഴലുകളും നാഡീതന്തുക്കളും കാണപ്പെടുന്ന പല്ലിനുള്ളിലെ യോജക കല പൾപ്പാണ്. രക്തത്തിൻ്റെ എത്ര ശതമാനമാണ് രക്തകോശങ്ങളെന്ന് ചോദിച്ചാൽ 45%. എല്ലാവർക്കും രക്തം നൽകാവുന്ന രക്തഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. ചുവന്ന രക്താണുക്കളുടെ ആയുസ് 120 ദിവസമാണ്. ഏറ്റവും വലിയ ആർട്ടറി അല്ലെങ്കിൽ ധമനി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം അയോർട്ടയാണ് എന്നും ഓർത്തിരിക്കുക. ഡിസ്കിൻ്റെ ആകൃതിയിലുള്ള രക്തകോശമാണ് അരുണ രക്താണുക്കൾ. രക്തനിവേശന മാർഗം കണ്ടുപിടിച്ചത് ജെയിംസ് ബ്ലണ്ടലാണ്. രക്തത്തിന് ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി കുറയുന്ന അവസ്ഥയാണ് അനീമിയ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള രക്തകോശമാണ് ചുവന്ന രക്താണു. രക്തത്തിൽ എത്ര ശതമാനം ജലം അടങ്ങിയിരിക്കുമെന്ന് ചോദിച്ചാൽ 90%. രക്തം കട്ട പിടിക്കാൻ സഹായകമായ രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ട പിടിക്കാൻ സഹായകമായ ലോഹം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം കാൽസ്യമാണ്. ഉറങ്ങുന്ന ഒരാളുടെ രക്തസമ്മർദ്ദം കുറയുന്നു.
ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിൻ്റെ സാധാരണ അളവ് എത്ര എന്ന് ചോദിച്ചാൽ 300 മില്ലി ലിറ്ററാണ്. സാർവിക ദാതാവ്, സാർവിക സ്വീകർത്താവ് എന്നീ പദങ്ങൾ രക്തദാനവുമായി ബന്ധപ്പെട്ട് രൂപവൽക്കരിച്ചത് റോജർ ലീ ആണ്. ലോകത്ത് ആദ്യമായി ഒരു ജനിതക മാപ്പ് തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ചത് ഏത് ശാസ്ത്രജ്ഞൻ്റെ രക്തസാമ്പിളുകളാണ് എന്ന് ചോദിച്ചാൽ ജെയിംസ് വാട്സൻ്റെ രക്തസാമ്പിളുകളാണ്. ഹോർമോണുകളെ വഹിച്ചുകൊണ്ട് പോകുന്നത് രക്തമാണ്. രക്തത്തിൽ ആൻറ്റിജൻ കാണപ്പെടുന്നത് എവിടെ ആണ് എന്ന് ചോദിച്ചാൽ അരുണ രക്താണുക്കളുടെ പ്രതലത്തിലാണ് രക്തത്തിൽ ആൻറ്റിജൻ കാണപ്പെടുന്നത്. അലർജിയുമായി ബന്ധപ്പെട്ട ശ്വേതരക്താണുവാണ് ഈസ്നോഫില്. ഈസ്നോഫിലിയ എന്ന് നമ്മൾ പറയത്തില്ലേ, അലർജിയുമായി ബന്ധപ്പെട്ട ശ്വേതരക്താണു ഈസ്നോഫില്. രക്തത്തിനും കലകൾക്കും ഇടയിലെ ഇടനിലക്കാരൻ എന്നറിയപ്പെടുന്നത് ലിംഫാണ്. രക്തത്തിൽ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം പ്ലാസ്മയാണ്. രക്തം കട്ടപിടിക്കാൻ സഹായകമായ പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ. ഏറ്റവും അപൂർവമായ രക്തഗ്രൂപ്പാണ് AB നെഗറ്റീവ്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലൈനക്കാണ്. ഹീമോഗ്ലോബിൻ എവിടെ വെച്ചാണ് ബിലിറൂബിനായി മാറുന്നത് എന്ന് ചോദിച്ചാൽ പ്ലീഹയിൽ വെച്ചാണ്. ലോമികകൾ കണ്ടുപിടിച്ചത് മാർസെലോ മാൽപീജി. മനുഷ്യഹൃദയത്തിൽ ഏതറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഇടത് വെൻട്രിക്കിളിന്. അണലി വിഷം ബാധിക്കുന്ന ശരീരവ്യൂഹമാണ് രക്തപര്യന വ്യവസ്ഥ. രക്തത്തിലെ ഏത് ഘടകത്തെയാണ് കാർബൺ മോണോക്സൈഡ് ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ഹീമോഗ്ലോബിനാണ് ഉത്തരം. രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയയാണ് ഹീമോപോയസിസ്. രക്തം കട്ട പിടിച്ച ശേഷം ഊറി വരുന്ന ദ്രാവകമാണ് സീറം. ഏതിൻ്റെ മറ്റൊരു പേരാണ് ത്രോംബോസൈറ്റ് എന്ന് ചോദിച്ചാൽ പ്ലേറ്റ്ലെറ്റ് ആണ്. പ്ലേറ്റ്ലെറ്റിൻ്റെ മറ്റൊരു പേരാണ് ത്രോംബോസൈറ്റ്. മനുഷ്യ ശരീരത്തിലെ ആൻറ്റി കൊയാഗുലൻ്റ് എന്നറിയപ്പെടുന്നത് ഹെപ്പാരിനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു. മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദം 120/80 മില്ലിമീറ്റർ മെർക്കുറിയാണ് എന്ന് അറിഞ്ഞിരിക്കുക. RH നെഗറ്റീവായ മാതാവ് RH പോസിറ്റീവായ രക്തമുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. RH നെഗറ്റീവായ മാതാവ് RH പോസിറ്റീവായ രക്തമുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. രക്തപര്യന വ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പിൻ വിഷമാണ് ഹീമോടോക്സിൻ. രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിച്ചത് കാൾ ലാൻഡ്സ്റ്റെയ്നറാണ് രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിച്ചത്. വൈദ്യശാസ്ത്ര രംഗത്ത് കാൾ ലാൻഡ്സ്റ്റെയ്നർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ രക്തസന്നിവേശം. രക്തത്തിൻ്റെ ദ്രാവക ഭാഗം പ്ലാസ്മയാണ്. രക്തത്തിൻ്റെ വർണ്ണകം ഹീമോഗ്ലോബിൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ഏത് എന്ന് ചോദിച്ചാൽ ത്രോംബോകൈനേസ് ആണെന്നും ഓർത്തിരിക്കുക. വളരെ നേർത്ത ധമനികളും സിരകളെയും പറയുന്ന പേരാണ് ലോമികകൾ. എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ആൻജിയോളജി? ഉത്തരം രക്തക്കുഴലുകൾ, ബ്ലഡ് വെസൽസിനെ കുറിച്ചുള്ള പഠനമാണ് ആൻജിയോളജി. ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിരയാണ് പൾമനറി സിര. ഓർക്കുക, ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിരയാണ് പൾമനറി സിര അല്ലെങ്കിൽ പൾമനറി വെയിൻ. ശരീരത്തിൽ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് മജ്ജയിലാണ്. കൃത്രിമ പേസ് മേക്കറിൻ്റെ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ചത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ്. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് AB ഗ്രൂപ്പ്. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹ അല്ലെങ്കിൽ സ്പ്ലീനാണ്. രക്തബാങ്ക് വികസിപ്പിച്ചത് ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ്. ആൻറ്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. ആൻറ്റിബോഡി അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് AB ഗ്രൂപ്പ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തുവാണ് ഹീമോഗ്ലോബിൻ. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണമാണ് സിഗ്മോമാനോമീറ്റർ. രക്തസംചരണം അഥവാ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കണ്ടുപിടിച്ചത് ജീൻ ബാപ്റ്റിസ്റ്റ ഡെന്നിസ് രക്തസംചരണം കണ്ടുപിടിച്ചു. രക്തചംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവിയാണ്. വില്യം ഹാർവി. രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകമാണ് പ്ലേറ്റ്ലെറ്റുകൾ. ശരീരത്തിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കളാണ്. ഹീമോഫീലിയയുടെ പ്രധാന ലക്ഷണം രക്തം കട്ടപിടിക്കാതിരിക്കലാണ്. ചുവന്ന രക്താണുക്കൾ എവിടെയാണ് രൂപം കൊള്ളുന്നതെന്ന് ചോദിച്ചാൽ അസ്ഥിമജ്ജയിലാണെന്ന് ഓർത്തിരിക്കുക. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്താണുവാണ് വെളുത്ത രക്താണു. ഇലക്ട്രോ കാർഡിയോഗ്രാം കണ്ടുപിടിച്ചത് വില്യം എയ്ൻതോവനാണ്. മനുഷ്യ ശരീരത്തിൽ ഓക്സിജൻ വഹിച്ചുകൊണ്ട് പോകുന്ന ഘടകം ഹീമോഗ്ലോബിൻ. അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേയൊരു ധമനിയാണ് പൾമനറി ധമനി അഥവാ പൾമനറി ആർട്ടറി. ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന രക്തകോശമാണ് ശ്വേതരക്താണുക്കൾ. ആരോഗ്യമുള്ള മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് 5 ലിറ്ററാണ്. ശരീരത്തിലെ ഭടന്മാർ എന്നറിയപ്പെടുന്നത് വെളുത്ത രക്താണുക്കളാണ് എന്ന് ഓർത്തിരിക്കുക.
രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹീമറ്റോളജി. ലൂക്കോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് വെളുത്ത രക്താണുക്കളാണ്. ശുദ്ധരക്തക്കുഴലുകളിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സ്റേയാണ് ആൻജിയോഗ്രാം. ഹീമറ്റൂറിയ എന്നാൽ മൂത്രത്തിൽ രക്തം കാണപ്പെടുന്ന അവസ്ഥ. രക്തം കട്ട പിടിക്കാനെടുക്കുന്ന സമയമെന്ന് പറയുന്നത് 8 മുതൽ 15 മിനിറ്റ് വരെയാണ്. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് ഹീമോസൈറ്റോമീറ്റർ. എരിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ചുവന്ന രക്താണുക്കളാണ്. ചുവന്ന രക്താണുക്കൾ കൂടുതലുണ്ടാകുന്ന അവസ്ഥയാണ് പോളിസൈത്തീമിയ. ശ്വേതരക്താണുക്കൾ കൂടുന്ന അവസ്ഥ ലൂക്കോസൈറ്റോസിസ്. ശ്വേതരക്താണുക്കൾ കുറയുന്ന അവസ്ഥ ലൂക്കോസൈറ്റോപീനിയ. പ്ലേറ്റ്ലെറ്റുകൾ കൂടുന്ന അവസ്ഥ ത്രോംബോസൈറ്റോസിസ്. പ്ലേറ്റ്ലെറ്റുകൾ കുറയുന്ന അവസ്ഥ ത്രോംബോസൈറ്റോപീനിയ. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ രക്തസ്രാവം ഉണ്ടാകുന്ന സമയം 2 മുതൽ 7 മിനിറ്റ് വരെയാണ്. രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേര് ഹീമോപോയിസിസ് എന്നാണ്. ജീവൻ്റെ നദി എന്നറിയപ്പെടുന്നത് രക്തമാണ്. ആൻറ്റിബോഡികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശം ലിംഫോസൈറ്റ് ആണ്. ഹെപ്പാരിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശം ബേസോഫിലാണ്. വലത് വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ച് ശ്വാസകോശത്തിലെത്തി തിരികെ ഇടത് എട്രിയത്തിൽ അവസാനിക്കുന്ന രക്തപര്യയനമാണ് പൾമനറി പര്യയനം. കുളയട്ടയുടെ ശരീരഭാഗത്തിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ കാരണമായ പദാർത്ഥമാണ് ഹീറുഡിൻ. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത് ഡോക്ടർ ക്രിസ്ത്യൻ ബേണാർഡാണ്. ഹൈപ്പോഗ്ലൈസീമിയ എന്നാൽ രക്തത്തിൽ പഞ്ചസാര കുറയുന്ന അവസ്ഥയാണ്. ലോക ഹാർട്ട് ഫെഡറേഷൻ്റെ ആസ്ഥാനം ജനീവയാണ്. രക്തസമ്മർദ്ദത്തിന് ഏറ്റവും കൂടുതൽ കാരണമായ ആഹാര ഘടകം ഉപ്പാണ്. ഫാഗോസൈറ്റ് എന്നറിയപ്പെടുന്ന രക്തകോശമാണ് മോണോസൈറ്റ്. പ്ലാസ്മയുടെ എത്ര ശതമാനമാണ് ജലമെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു 95%. മനുഷ്യ ശരീരത്തിലുള്ള ഇരുമ്പിൻ്റെ എത്ര ശതമാനമാണ് ഹീമോഗ്ലോബിനിലുള്ളത് എന്ന് ചോദിച്ചാൽ 65%. മർമ്മമില്ലാത്ത രക്തകോശമാണ് ചുവന്ന രക്തകോശം. ഇത്രയും പോയിന്റുകൾ രക്തവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. അന്തഃസ്രാവി വ്യവസ്ഥയിലെ കരളുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സാണ്. ഏറ്റവും കൂടുതൽ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം, ഏറ്റവും കൂടുതൽ എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം, മനുഷ്യ ശരീരത്തിൽ ഫൈബ്രിനോജൻ നിർമ്മിക്കുന്ന അവയവം, ഇതെല്ലാം കരളാണ്. ഏറ്റവും കൂടുതൽ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം, ഏറ്റവും കൂടുതൽ എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം, മനുഷ്യ ശരീരത്തിൽ ഫൈബ്രിനോജൻ നിർമ്മിക്കുന്ന അവയവം, ഇവയെല്ലാം കരളാണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയും കരളാണ്. പുനർജീവന ശേഷിയുള്ള ഏക ആന്തരാവയവമാണ് കരൾ. ഓർക്കുക, പുനർജീവന ശേഷിയുള്ള ഏക ആന്തരാവയവമാണ് കരൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ. അമോണിയ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ്. ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കാൻ നിയുക്തമായ അവയവമാണ് കരൾ. മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്ന് കരൾ അറിയപ്പെടുന്നുവെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് പോയിന്റ്, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് ശേഖരിച്ച് വെച്ചിരിക്കുന്ന അവയവവും കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാലും ഉത്തരം കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തര അവയവമാണ് കരൾ. ശരീരത്തിലെത്തുന്ന വിറ്റാമിനുകളെയും ധാതു ലവണങ്ങളെയും ഇരുമ്പിൻ്റെ അംശങ്ങളെയും സംഭരിച്ച് വെക്കുന്ന അവയവമാണ് കരൾ. അതുപോലെ തന്നെ ഫാറ്റി ആസിഡിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്ന അവയവം ഏത് എന്ന് ചോദിച്ചാലും ഉത്തരം കരളാണ്. രക്തത്തിലെ അമോണിയ യൂറിയ ആക്കി മാറ്റപ്പെടുന്ന അവയവം, ഇതാണ് LDC തിരുവനന്തപുരം ജില്ലയിലെ 1ാം ഘട്ട പരീക്ഷയിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. രക്തത്തിലെ അമോണിയ യൂറിയ ആക്കി മാറ്റപ്പെടുന്ന അവയവമാണ് കരൾ. ഏറ്റവും കൂടുതൽ വിറ്റാമിൻ എ ശേഖരിക്കുന്ന അവയവം കരളാണ്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ്. മഞ്ഞപ്പിത്തം പ്രധാനമായും കരളിനെയാണ് ബാധിക്കുന്നത്. ഏറ്റവും സാധാരണമായ കരൾ രോഗമാണ് മഞ്ഞപ്പിത്തം. കരൾ കോശങ്ങൾ നശിക്കുന്ന രോഗമാണ് സിറോസിസ്. കരളിൽ സംഭരിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. കരളിനെക്കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. അമിതമായി ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം ഏത് അവയവത്തിനാണ് കൂടുതൽ നാശമുണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ കരളിനാണ്. 3F ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിനാണ്. 3F ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിനാണ്. 3F ഹോർമോൺ ഫിയർ, ഫൈറ്റ്, ഫ്ലൈറ്റ് എന്നിവയാണ് ഈ 3Fകൾ. 3F ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിനാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പതറ്റിക് നാഡീ വ്യവസ്ഥയോടൊത്ത് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോർമോണാണ് എപ്പിനെഫ്രിൻ അഥവാ അഡ്രിനാലിൻ. അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പതറ്റിക് നാഡീ വ്യവസ്ഥയോടൊത്ത് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോർമോണാണ് എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ. ഇതെല്ലാം ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളുടെ ബുള്ളറ്റ് പോയിന്റുകളാണ്. അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാൽ അഡ്രിനൽ ഗ്രന്ഥിയാണ്. അഡ്രിനാൽ ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രിനൽ ഗ്രന്ഥി.
അടിയന്തര ഘട്ടങ്ങളിൽ എമർജി സിറ്റുവേഷൻസിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്രന്ഥി. ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ അഡ്രിനാലിനാണ്. അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും അല്ലെങ്കിൽ എപ്പിനെഫ്രീനും നോർ എപ്പിനെഫ്രീനും. അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. അടിയന്തര സാഹചര്യങ്ങളിൽ നേരിടാനോ പിന്തിരിഞ്ഞോടാനോ പ്രേരിപ്പിക്കുന്ന ഹോർമോൺ ഏത് എന്ന് ചോദിച്ചാലും ഈ അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രീനാണ്. അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറംഭാഗമായ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് കോർട്ടിസോളും ആൾഡോസ്റ്റിറോളും ലൈംഗിക ഹോർമോണുകളും. അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറംഭാഗമായ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് കോർട്ടിസോള്, ആൾഡോസ്റ്റിറോള്, ലൈംഗിക ഹോർമോണുകൾ. അടിയന്തര ഹോർമോൺ അല്ലെങ്കിൽ എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാണ്? അഡ്രിനാലിനാണ്. രക്തപര്യനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണും അഡ്രിനാലിനാണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാലും ഉത്തരം അഡ്രിനാലിനാണ്. ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രിനാലിനാണ്. സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രിനാലിനാണ്. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഹോർമോണാണ് ആൾഡോസ്റ്റിറോൺ. അന്തർസ്രാവി വ്യവസ്ഥയുടെ നിയന്ത്രകനായ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഹൈപ്പോതലാമസ് ആണ് എന്ന് ഓർത്തിരിക്കുക. ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്ന വാസോപ്രസിൻ ഹോർമോണിൻ്റെ അഭാവത്തിൽ ധാരാളമായി മൂത്രം പോകുന്ന രോഗാവസ്ഥയാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് അഥവാ അരോചക പ്രമേഹം. ഹൈപ്പോതലാമസ് പുറത്തുവിടുന്ന വാസോപ്രസിൻ ഹോർമോണിൻ്റെ അഭാവത്തിൽ ധാരാളമായി മൂത്രം പോകുന്ന രോഗാവസ്ഥയാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. മൂത്രത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് വാസോപ്രസിനാണ്. ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിനാണ്. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് വാസോപ്രസിനും ഓക്സിറ്റോസിനും. വേനൽക്കാലത്ത് ഉൽപ്പാദനം കൂടുകയും മഴക്കാലത്ത് ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. പാൻക്രിയാസിലെ ഏത് കോശ സമൂഹമാണ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായകമായത് എന്ന് ചോദിച്ചാൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ് ഉത്തരം. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ എന്ന് അറിഞ്ഞിരിക്കുക. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കാഗോൺ. രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഇൻസുലിനും ഗ്ലൂക്കാഗോണുമാണ്. പ്രമേഹത്തിൻ്റെ ലോക തലസ്ഥാനം എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ്. അധികമുള്ള ഗ്ലൂക്കോസ് ശരീരത്തിൽ സംഭരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പ്രമേഹം. ഇൻസുലിൻ്റെ മോണോമറാണ് അമിനോ ആസിഡ്. ഇൻസുലിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡയബറ്റീസ് മെലിറ്റസ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. രക്തത്തിലെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ആഗ്നേയ ഗ്രന്ഥിയാണ്. കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹമാണ് ടൈപ്പ് 1 ഡയബറ്റീസ് കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹമാണ്. ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രമേഹമാണ് ഗസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രമേഹമാണ്. ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം ഇൻസുലിൻ ഉൽപ്പാദനത്തിലെ തകരാറാണ്. മുതിർന്നവരിൽ കണ്ടുവരുന്ന പ്രമേഹമാണ് ടൈപ്പ് 2 പ്രമേഹം. ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് എന്നും അറിഞ്ഞിരിക്കുക. ടൈപ്പ് 2 പ്രമേഹത്തിൻ്റെ കാരണം ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തത്. ലോക പ്രമേഹ ദിനം നവംബർ 14 എന്നും ഓർത്തിരിക്കുക. പ്രമേഹം കാരണമുണ്ടാകുന്ന നേത്രരോഗമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൃഷ്ടിച്ച ഇൻസുലിൻ അറിയപ്പെടുന്ന പേര് ഹ്യൂമുലിൻ എന്നാണ്. ജീവിതശൈലി രോഗമായി കരുതുന്ന പ്രമേഹത്തിൻ്റെ വകഭേദമാണ് ടൈപ്പ് 2 പ്രമേഹം അഥവാ ടൈപ്പ് 2 ഡയബറ്റീസ്. പ്രമേഹത്തിൻ്റെ ഒരു വകഭേദമാണ്. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോൺ ഏത് എന്ന് ചോദിച്ചാൽ ഗ്ലൂക്കാഗോൺ. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോൺ ഗ്ലൂക്കാഗോൺ. ഡയബറ്റീസ് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നത് ഇൻസുലിൻ. മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. രാത്രികാലത്ത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും പകൽ സമയത്ത് കുറയുകയും ചെയ്യുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ.
പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കാൻ സഹായകമായ ഹോർമോണാണ് മെലാറ്റോണിൻ. ആൾഡോസ്റ്റിറോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. മാസ്റ്റർ ഗ്രന്ഥി അഥവാ നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നതും പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. അസ്ഥി വികാസവുമായി ബന്ധപ്പെട്ട അന്തർസ്രാവി ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായകമായ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. ലൂട്ടിയോട്രോപ്പിക് ഹോർമോൺ അഥവാ LTH എന്നറിയപ്പെടുന്നത് പ്രൊലാക്റ്റിനാണ്. വളർച്ചാ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അന്തർസ്രാവി ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ ഉൽപ്പാദനം കൂടിയാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം. വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ ഉൽപ്പാദനം കുറഞ്ഞാലുണ്ടാകുന്ന അവസ്ഥയാണ് വാമനത്വം. വളർച്ചാഘട്ടത്തിന് ശേഷം വളർച്ചാ ഹോർമോണിൻ്റെ അമിതമായ ഉൽപ്പാദനം ഉണ്ടാകുന്ന ശാരീരിക വൈകല്യമാണ് അക്രോമെഗാലി. അക്രോമെഗാലിയുമായി ബന്ധപ്പെട്ട ചോദ്യം പരീക്ഷയ്ക്കുണ്ടായിരുന്നു. വളർച്ചാഘട്ടത്തിന് ശേഷം വളർച്ചാ ഹോർമോണിൻ്റെ അമിതമായ ഉൽപ്പാദനം മൂലം ഉണ്ടാകുന്ന ശാരീരിക വൈകല്യമാണ് അക്രോമെഗാലി. മറ്റ് അന്തർസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്രന്ഥി. മറ്റ് അന്തർസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്രന്ഥി. മറ്റ് അന്തർസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഹോർമോണുകളുടെ പേരാണ് ട്രോപ്പിക് ഹോർമോൺ. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തർസ്രാവി ഗ്രന്ഥിയാണ് തൈമസ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ്. തൈ യുവാവായി നിൽക്കുന്നതിന് തൈ എന്നൊക്കെ പറയത്തില്ലേ, യുവാവായി നിൽക്കുന്ന ചെടികളൊക്കെ തൈച്ചെടി. അപ്പോൾ ആ രീതിയിൽ യൗവനകാലം അല്ലെങ്കിൽ യുവത്വ ഹോർമോൺ തൈമോസിനാണ്. യൗവനകാലം വരെ മാത്രം പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ജുവനൈൽ ഗ്ലാൻഡും എന്നും തൈമസ് ഗ്രന്ഥി അറിയപ്പെടുന്നു. ജുവനൈൽ ഗ്ലാൻഡ്. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന T ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ച ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് തൈറോക്സിൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തർസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. അയഡിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. ഏറ്റവും വലിയ ലിംഫ് ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ സ്പ്ലീനാണ്. മുതിർന്നവരിൽ തൈറോക്സിൻ്റെ തുടർച്ചയായ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് മിക്സെഡീമ. തൈറോക്സിൻ്റെ തുടർച്ചയായ കുറവ് മൂലമുണ്ടാകുന്ന രോഗം മിക്സെഡീമ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണയായിട്ടുള്ള അളവെന്ന് പറയുന്നത് 9 to 11 mg/100 ml ആണ്. കാൽസിട്രോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി തൈറോയിഡാണ്. കണ്ഠത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തർസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ്. തൈറോക്സിൻ്റെ അമിതമായ ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന രോഗമാണ് ഹൈപ്പർ തൈറോയിഡിസം. അമിതമായിട്ട് തൈറോക്സിൻ അമിതമാകുമ്പോൾ ഹൈപ്പർ തൈറോയിഡിസം. തൈറോക്സിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം അയഡിനാണ് എന്ന് ഓർത്തിരിക്കുക. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രിട്ടനിസം. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാത്തോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി. രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യാൻ സഹായകമായ ഹോർമോണാണ് പാരാത്തോർമോൺ. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിനും കാൽസിട്ടോണിനും. മനുഷ്യ ശരീരത്തിൽ വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺസ്. മനുഷ്യൻ്റെ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോണാണ് പാരാത്തോർമോൺ. മൂത്രവിരുദ്ധ ഹോർമോൺ എന്നറിയപ്പെടുന്നത് വാസോപ്രസിനാണ്. ആസ്മ, സന്ധിവാതം എന്നിവ മരുന്നായി ഉപയോഗിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. ആസ്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായി കോർട്ടിസോൾ ഉപയോഗിക്കുന്നു. എപ്പിനെഫ്രിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു അഡ്രിനൽ ഗ്രന്ഥിയാണ്. എൻസൈമും ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം പാൻക്രിയാസ്. എൻസൈമും ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ആണ്. ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹോർമോണാണ് കോർട്ടിസോൾ. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ് ആണ്. കരളിൻ്റെ ദിവസേനയുള്ള പിത്തരസ ഉൽപ്പാദന ശേഷി ഏകദേശം 1 ലിറ്റർ ആണ്. ശരീരത്തിലെ ഒരേയൊരു ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ്. ഹോർമോൺ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് E.H. സ്റ്റാർലിംഗ് ആണ്. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായകമായ ഹോർമോണാണ് പ്രൊജസ്ട്രോൺ.
4S ഗ്രന്ഥി 4S ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്രന്ഥി. മനുഷ്യൻ്റെ കരളിൻ്റെ ശരാശരി ഭാരം എന്ന് പറയുന്നത് 1500 ഗ്രാമാണ്, ഏകദേശം 1.5 കിലോ. 1500 ഗ്രാമാണ് കരളിൻ്റെ ശരാശരി ഭാരം. ഇൻസുലിൻ കണ്ടുപിടിച്ചത് ഫ്രെഡറിക് ബാൻറ്റിങ്ങും അതുപോലെ ചാൾസ് ബെസ്റ്റുമാണ് ഇൻസുലിൻ കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് പോയിന്റ്, എൻഡോക്രൈനോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ടി അഡിസൺ ആണ്. എൻസൈം അഥവാ രാസാഗ്നി എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് വില്യം കൂനെ. ഏറ്റവും വലിയ ഗ്രന്ഥി ലിംഫ് ഗ്രന്ഥിയാണ് സ്പ്ലീൻ. ഓർക്കുക, ഏറ്റവും വലിയ ലിംഫ് ഗ്രന്ഥി സ്പ്ലീനാണ്. പഞ്ചസാരയെ ഗ്ലൂക്കോസും ഫ്രക്ടോസുമാക്കി മാറ്റുന്ന എൻസൈമാണ് ഇൻവെർട്ടേസ്. ബയോളജിക്കൽ ക്ലോക്ക് ഉപയോഗിക്കുന്നത് സ്വഭാവ ക്രമീകരണത്തിനാണ്. ആദ്യമായി കണ്ടുപിടിച്ച ഹോർമോണാണ് സെക്രേറ്റിൻ, 1902. കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഷവസ്തുവാണ് അമോണിയ. ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ ആൾഡോസ്റ്റിറോൺ ആണ്. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. റെനിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് വൃക്കയാണ്. പുരുഷ ലൈംഗികത നിലനിർത്തുന്ന ഹോർമോണാണ് ആൻഡ്രോജൻ. ആണുങ്ങൾക്ക് കണക്ട് ചെയ്യാമല്ലോ, പുരുഷ ലൈംഗികത നിലനിർത്തുന്ന ഹോർമോൺ ആൻഡ്രോജൻ. ടെസ്റ്റോസ്റ്റിറോൺ എന്നും അതിൻ്റെ പേര്, അത് കറക്റ്റാണ്. പുരുഷന്മാരിൽ മീശ വളർത്തുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. അണ്ഡാശയത്തിലെ കോർപ്പസ് ലൂട്ടിയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് റിലാക്സിൻ. ഉറക്കവും ഉണരലും നിയന്ത്രിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. എൻഡ്രോമെട്രിയത്തിൻ്റെ വളർച്ച സഹായിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. വളർച്ചാ വൈകല്യങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലസന്തുലിതാവസ്ഥ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ആൾഡോസ്റ്റിറോൺ. ഗർഭാശയ ഭിത്തിയുടെ സങ്കോചത്തിന് സഹായിക്കുന്നതിലൂടെ പ്രസവം സുഗമമാക്കുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ ഓക്സിറ്റോസിനാണ്. ഹങ്കർ ഹോർമോണുകൾ എന്നറിയപ്പെടുന്നത് ലെപ്റ്റിനും ഗ്രലിനും ഹങ്കർ ഹോർമോൺ. ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കുന്നതുമായി ബന്ധപ്പെട്ട ഹോർമോൺ കോർട്ടിസോളാണ്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ലാക്രിമൽ ഗ്രന്ഥി. പാലിലടങ്ങിയിരിക്കുന്ന ലാക്ടോസിനെ ദഹിപ്പിക്കാൻ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് ലാക്ടേസ്. ബീജങ്ങളുടെ പോഷണത്തിനും ചലനത്തിനും ആവശ്യമായ ഘടകങ്ങളടങ്ങിയ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ്. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾഗി കോംപ്ലക്സ്. രാത്രികാലങ്ങളിൽ ഉൽപ്പാദനം കൂടുതലും പകൽ കുറവുമായ ഹോർമോണാണ് മെലാറ്റോണിൻ. അക്രോമെഗാലി എന്ന വൈകല്യം ഏത് ഹോർമോണിൻ്റെ അമിത ഉൽപ്പാദനം മൂലമുണ്ടാകുന്നു? ഇതായിരുന്നു തിരുവനന്തപുരം 1ാം ഘട്ടം LDCയിൽ ഉണ്ടായിരുന്നത്. സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം മൂലമാണ്. അക്രോമെഗാലി എന്ന വൈകല്യം ഏത് ഹോർമോണിൻ്റെ അമിത ഉൽപ്പാദനം മൂലമുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ സൊമാറ്റോട്രോപ്പിൻ്റെയാണ്. ആമാശയത്തിൻ്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ഏറ്റവും ചെറിയ അന്തർസ്രാവി ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. ഗർഭരക്ഷാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് പ്രൊജസ്ട്രോൺ ആണ്. സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ജനിതക എഞ്ചിനീയറിംഗ് വിദ്യയിലൂടെ നിർമ്മിച്ച ആദ്യത്തെ ഇൻസുലിനാണ് ഹ്യൂമുലിൻ. റിലാക്സിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഗർഭാശയമാണ്. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം PDF ആയിട്ട് നമ്മുടെ കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ജീവശാസ്ത്രം മാത്രമല്ല, ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, അങ്ങനെ എല്ലാ ടോപ്പിക്കിൻ്റെയും PSC ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങൾ PSCയുടെ സ്പെഷ്യൽ എഡിഷനിൽ നിന്നൊക്കെ എടുത്ത ഇതുപോലെ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് നമ്മൾ ആ ഒരു കോഴ്സിൽ നോട്ട്സായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫേഴ്സിൻ്റെ വീഡിയോ ക്ലാസ് നോട്ട്സും ആ ഒരു ചെറിയ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വെച്ച് ഇനി പക്കായിട്ട് പഠിച്ചാലും ഇനിയുള്ള സമയങ്ങൾ നന്നായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് LDC പരീക്ഷ അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്ത് ക്രാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോഴ്സ് വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ LDC കോഴ്സിന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഇംഗ്ലീഷിലെ ഇഡിയംസുമായി ബന്ധപ്പെട്ട ഒരു ക്വിസാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് മുഴുവനൊന്ന് നിങ്ങൾ ചെയ്തു നോക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് ചോദ്യം മാറി പോകും, അതുകൊണ്ട് പെട്ടെന്ന് വായിച്ച് പെട്ടെന്ന് ഉത്തരം കണ്ടെത്തുക. ഓക്കെ.
ഇതുപോലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും GK-യുടെയും സയൻസിൻ്റെയും എല്ലാ സബ്ജക്റ്റിലെയും മുൻവർഷ ചോദ്യങ്ങളുടെ നോട്ട്സും ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്നീ സബ്ജക്റ്റുകളുടെ വീഡിയോ ക്ലാസ്സുകളുടെ നോട്ട്സും കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ട്സും ഉൾപ്പെടുന്ന ഒരു ക്യാപ്സ്യൂൾ കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ LDC കോഴ്സ് എന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി.